Succeeding doesn't mean that we are in the will of God. വിജയിക്കുക എന്നതിനർത്ഥം നാം ദൈവഹിതത്തിലാണെന്നല്ല. നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും നല്ല റിസൾട്ട് കിട്ടിയെന്ന് വരാം. ഓരോ പരിശ്രമങ്ങൾക്കും മുൻപിൽ നല്ല വിജയങ്ങളും നാം കരസ്ഥമാക്കുന്നുണ്ടാകാം. നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല വീട്, നല്ല ചുറ്റുപാടുകൾ ഇവയൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ടാകാം. എങ്കിൽ തന്നെയും നാം ദൈവഹിതത്തിനുള്ളിലാണെന്നുള്ളതിൻ്റെ മാനദണ്ഡം നമുക്കുണ്ടാകുന്ന വിജയങ്ങളല്ല, പകരം നമ്മുടെ സമർപ്പണവും അനുസരണവുമാണ്. ദൈവഹിതത്തിനായി നാം സമർപ്പിക്കുമ്പോൾ മാനുഷിക നിലയിൽ ചിലപ്പോൾ വിജയമല്ല തോൽവികളുണ്ടായി എന്ന് വരാം. ഉയർച്ചയല്ല താഴ്ചകളുണ്ടാകാം. അനുകൂലമല്ല പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടതായി വരാം. അനുകൂലികളല്ല പ്രതികൂലികൾ നമുക്കെതിരെ എഴുന്നേറ്റു എന്ന് വരാം. എന്നാൽ നാം ദൈവഹിതത്തിനായി സമർപ്പിച്ചു എന്ന കാരണത്താൽ നാം ചെയ്യുന്ന കാര്യങ്ങളുടെ ഒടുക്കത്തെ ഫലം നന്മയായിരിക്കും, വിടുതലായിരിക്കും, അനുഗ്രഹമായിരിക്കും, ദൈവനാമം മഹിമപ്പെടുന്നതായിരിക്കും. ദൈവമക്കളെ ഏറ്റവും അധികമായി ആശ്വസിപ്പിക്കുകയും പ്രത്യാശ നൽകുന്നതുമായ ഒരു തിരുവചന ഭാഗമത്രേ റോമക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പലതും കൈവിട്ടു പോകുന്നു എന്ന് നമുക്ക് തോന്നിയെന്നാലും, കൂടെ നിന്നവർ പലരും അകന്നു മാറിപ്പോയെന്നാലും, നാം ദൈവഹിതത്തിനുള്ളിലെങ്കിൽ നമ്മുടെ കാര്യം പൂർണ്ണ ഉത്തരവാദിത്തോടെ നോക്കേണ്ട ചുമതല നമ്മുടെ ദൈവത്തിനാണുള്ളത്. അവൻ നമ്മെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല, നമ്മെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. The safest place in all the world is in the will of God. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ദൈവഹിതത്തിലാണ്. ദൈവഹിതം നമുക്ക് വാഗ്ദാനം തരുന്നത് അവിടുത്തെ സ്നേഹമാണ്, കരുതലാണ്, പരിപാലനമാണ്, സുരക്ഷിതത്വമാണ്. ദൈവഹിതം എന്താണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, നാം രക്ഷിക്കപ്പെടണം. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. 2, ഇടപെടാതെ പ്രാർത്ഥിക്കണം. തെസ്സലോനിക്കർ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. 3, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. തെസ്സലോനിക്കർ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. 4, ശുദ്ധീകരണം. തെസ്സലോനിക്കർ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. 5, അന്യോന്യം പൊറുക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. 6, കർത്താവിനെ സ്നേഹിക്കണം. മർക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 30-ാമത്തെ വാക്യം. 7, അയൽക്കാരനെ സ്നേഹിക്കണം. മർക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 31-ാമത്തെ വാക്യം. There is always time enough in a day to do God's will. ദൈവഹിതം ചെയ്യാൻ ഒരു ദിവസത്തിൽ എല്ലായ്പ്പോഴും മതിയായ സമയമുണ്ട്. So let us start to do His will. അതുകൊണ്ട് നമുക്കവൻ്റെ ഇഷ്ടം ചെയ്യാൻ തുടങ്ങാം.